എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇപ്പൊ മാമനാവട്ടെ വലിയൊരു മാപ്പും വിരിച്ചു വെച്ച് മാമൻ പറയും ആദ്യം നമ്മള് ഈ ഒരു ലൊക്കേഷൻ എത്തണം. അതിനുശേഷം ഈ വഴി കൂടെ ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പത്തില് ഒറോച്ചിമാറുവിനെ പിടിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ ഇതൊക്കെ കേട്ടിട്ട് ഓൾറെഡി മാമൻ അവർക്ക് തന്ന പണിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ കുട്ടപ്പൻ പറയും ഞങ്ങൾ ഇത്രയും സമയം നീ പറഞ്ഞത് കേട്ടോണ്ടാണ് ഇരുന്നത്, എന്നിട്ട് അവസാനം കിട്ടിയത് 8ന്റെ പണി. അതുകൊണ്ട് ഇനിയും നീ പറയുന്ന മണ്ടത്തരങ്ങള് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോ അപ്പൊ മാമൻ നമുക്ക് വേറെ വഴിയില്ല, നമ്മളിത് കണ്ടുപിടിച്ചാലേ ഒറോച്ചിമാറുവിന്റെ താവളം തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിയൂ. എന്തായാലും നമുക്ക് കിട്ടാനുള്ളത് കിട്ടി. അവസാനമായിട്ട് എനിക്കൊരു ചാൻസ് കൂടെ തരണമെന്ന് പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ അവരോട് ബെഗ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാര് വേറെ വഴിയില്ലാതെ അത് സമ്മതിക്കുമ്പോ മാമൻ തുള്ളിച്ചാടി പാട്ടൊക്കെ പാടി ഇപ്പൊ ആ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വരും. അവിടെ എത്തുമ്പോ തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ കുട്ടപ്പനും സാക്കുറയും കാണും. ആളുകൾ അടികൂടുന്നത്, പരസ്പരം തർക്കിക്കുന്നത്, അങ്ങനെ പല പല പ്രശ്നങ്ങള്. അപ്പൊ സാക്കുറ ഇത് വളരെ മോശപ്പെട്ടൊരു വില്ലേജാണ്, അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാന്ന് ഇപ്പൊ മാമനോടും കുട്ടപ്പനോടും പറയും. അപ്പൊ മാമൻ എന്തോ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിട്ട് നോക്കി നിൽക്കായിരിക്കും. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ തുണി ഉടുക്കാത്ത ഒരു പെണ്ണിന്റെ പിക്ചർ. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്റെ കാശൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പോ സാക്കുറയും കുട്ടപ്പനോട് ചേർന്ന് നിന്ന് മുഖം തിരിച്ചു നിൽക്കും. അപ്പൊ മാമന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് നിങ്ങൾ തൽക്കാലം ആ അമ്പലത്തിന്റെ മുൻപിൽ പോയി കാത്തു നിൽക്ക്, എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ പോയിട്ട് ആവശ്യത്തിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഇപ്പൊ തന്നെ തിരിച്ചു വരാമെന്ന് പറയും. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ശോകമായിട്ട് നമ്മുടെ അമ്മാവൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ട് പോകുന്നത് കാണുമ്പോ സാക്കുറയാവട്ടെ ഉഷടോ മാമനൊരു മുത്ത് തന്നെ, വെറുതെ ഞാൻ മാമനെ തെറ്റിദ്ധരിച്ചു. അപ്പൊ കുട്ടപ്പൻ പറയും നീ എന്തു മണ്ടത്തിയാ, അവനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ മാമനാവട്ടെ അവിടെയുള്ള പെണ്ണുങ്ങളെ നോക്കി ഹായ് ഹലോ ഇത് ഞാനാണ്, വരൂ നമുക്ക് എൻജോയ് ചെയ്യാന്നൊക്കെ പറയുമ്പോ ഇവിടെ കുട്ടപ്പനും സാക്കുറയും ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോ സാക്കുറ പറയും എനിക്ക് തോന്നുന്നത് നമ്മുടെ അന്വേഷണം അത് തെറ്റാണെന്നാണ്, ഇവിടെയൊന്നും എന്തായാലും സാഹസികം ഉണ്ടാവില്ലെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവളെ അങ്ങനെ നോക്കിയിരിക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ആരോ ചാടി അങ്ങോട്ട് വീഴും. കുട്ടപ്പൻ കത്തിയൂരി അവനെ വെട്ടാൻ പോകുമ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ മാസ്ക് ഇട്ട പയ്യൻ അവന്റെ കൈ മുറിഞ്ഞ് ഇപ്പൊ ഒരുപാട് വേദനയില് അവൻ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും. കുട്ടപ്പൻ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ ഒരുപാട് കത്തികള് ഇപ്പൊ പാഞ്ഞു വരും. കുട്ടപ്പൻ എങ്ങനെയെങ്കിലും സാക്കുറയും അവനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ വേറൊരുത്തൻ ചാടി വീണ് ഇപ്പൊ കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അപ്പോഴാണ് കുട്ടപ്പൻ ആ വില്ലന്മാരെ കാണുക. അത് കണ്ട് പേടിച്ച് കുട്ടപ്പനും സാക്കുറ ആവട്ടെ ഇപ്പൊ അവിടുന്ന് ഓടാൻ തുടങ്ങും. അപ്പൊ വില്ലന്മാർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാര് നിഞ്ചകളാണെന്ന്. ആക്ച്വലി ഇവര് ഒറോച്ചിമാറുവിന്റെ അസിസ്റ്റൻസ് ആണ്. അതായത് ഗ്രാമത്തിലേക്ക് ഇപ്പൊ പുതുതായിട്ട് ആരെങ്കിലും വന്നാല് അവരുടെ പണി ഇവര് തീർത്തു കളയും. കട്ട് ചെയ്ത മാമൻ ഇവിടെ പെണ്ണുങ്ങളുടെ ഇടയിൽ ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത്തവണ മാമൻ കുറച്ച് ഉഷാറായിട്ട് അവർക്ക് ഒരുപാട് കാശ് കൊടുത്ത് സൗണ്ട് വില്ലേജ് അതെവിടെയാണെന്ന് ചോദിക്കും. പക്ഷെ ആ പെമ്പിള്ളേർക്ക് ഒരു തേങ്ങ അറിയാത്തോണ്ട് തന്നെ ഇപ്പൊ വീണ്ടും മാമനുമായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ വേറൊരുത്തി അതുവഴി വന്നിട്ട് എനിക്കറിയാലോ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മാമനെ കൂട്ടിക്കൊണ്ട് മറ്റൊരു ശൂന്യമായിട്ടുള്ള രഹസ്യ സങ്കേതത്തിലെത്തിക്കും. അവിടെ എത്തുമ്പോ വീണ്ടും ഇതാ ഒരുപാട് കൊള്ളക്കാര് മാമനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. ഈ ഒരു പെണ്ണും മാമന്റെ കാശ് അടിച്ചു മാറ്റാനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ട്രാപ്പിൽ കൊണ്ടുപെടുത്തിയത്. അവര് പരസ്പരം ഇപ്പൊ കത്തിയൊക്കെ എടുത്തെറിഞ്ഞ് മാമനെ കൊല്ലാൻ നോക്കും. പക്ഷെ മാമൻ ആള് ചില്ലറക്കാരനല്ല, ആളൊരു സെനിയനാണ്. കത്തികളെല്ലാം തന്നെ ആളുടെ മുടി തട്ടി അങ്ങനെ തന്നെ താഴെ വീഴും. അപ്പൊ വില്ലന്മാർക്ക് മനസ്സിലാവും മാമൻ ആള് നിസ്സാരക്കാരനല്ലാന്ന്. ഞങ്ങൾ നിഞ്ചകളാണ്, ഞങ്ങൾ ഇത്രയും നേരം ക്ഷമിച്ചു, ഇനി പറ്റില്ല, നിനക്ക് വേണമെങ്കില് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂടാന്ന് പറയുമ്പോ മാമനാവട്ടെ അലറാൻ തുടങ്ങും. നിങ്ങളെപ്പോലുള്ള കള്ളന്മാര് എന്റെ ഏഴയിൽ തടുക്കാൻ പാടില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് കാശ് വേണമെന്ന്, ഇപ്പൊ പറയുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരണമെന്ന്. രണ്ടിനും ഞാൻ ഒരുക്കമല്ലാന്ന് പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പൊ പ്രധാന വില്ലൻ ഒരു കത്തിയെടുത്ത് ഇപ്പൊ മാമന്റെ നേർക്ക് ചാടി വരും. പക്ഷെ മാമൻ കയ്യിലെ റെസൻഗൺ പവർ എടുത്ത് ഇപ്പൊ സിമ്പിളായിട്ട് അവനെ അടിച്ചു കൊന്ന് ആ ഇടം തന്നെ നശിപ്പിച്ചു കളയും. ചത്തുപോയെന്ന് കരുതിയ നേതാവ് ഇപ്പൊ ചാടി എഴുന്നേറ്റ് എല്ലാവരെയും തട്ടിമാറ്റി നിങ്ങൾ ആരാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല,
സത്യമായിട്ടും തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാമന്റെ കാലെ വീണ് കരയാൻ തുടങ്ങും. വിപ്ലവ സിംഹമേ, അങ്ങയുടെ പേര് പറയൂന്ന് പറയുമ്പോ ജിറയ്ക്കാവട്ടെ ഒരുപാട് സന്തോഷായി. 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ഇപ്പൊ ജിറയ്യ എന്ന് അലറി പറയും. അപ്പൊ എല്ലാവരും ഷോക്കായിട്ട് ഇദ്ദേഹമാണോ ജിറയ്യാന്നും പറഞ്ഞ് ഇപ്പൊ ആളുടെ കാലെ വീഴാൻ തുടങ്ങും. അവർക്ക് ഓൾറെഡി ജിറയ മാമൻ ലീഫ് വില്ലേജിലെ ഒരു സെനിയനാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാം. അപ്പൊ മാമൻ വീണ്ടും അവരുടെ അടുത്ത് ചോദിക്കും, ഇവിടെ അടുത്താണോ സൗണ്ട് വില്ലേജ്? അതിനവര് തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ക്ലാനിലുള്ളവര് താമസിക്കുന്നുണ്ട്. അവരും ഞങ്ങളും എല്ലാവരും ചേർന്ന് ഇപ്പൊ റൈസ് ക്ലാൻസ് എന്നാണ് അറിയപ്പെടുക. മാത്രമല്ല ഞങ്ങളെ തരംതിരിച്ച് ഓരോരോ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവൻ വന്നതോടുകൂടെ എല്ലാം തകിടം പറഞ്ഞു എന്ന് പറയുമ്പോ മാമൻ ചോദിക്കും, ആരാണവൻ? അത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറു. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനും സാക്കുറ ആവട്ടെ ആ ഒരു മാസ്ക് മാനെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തെത്തിക്കും. നീ പേടിക്കണ്ട, ഞങ്ങളാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. എന്താണ് പ്രശ്നം എന്നൊക്കെ ഇപ്പൊ സാക്കുറ ചോദിക്കുമ്പോ അപ്പൊ കുട്ടപ്പൻ ഓടി വന്ന് പുറത്താരുമില്ല, നീ ഡ്രസ്സൂര്, ഞങ്ങൾ പെട്ടെന്ന് മരുന്ന് വെച്ചുതരാന്ന് പറയും. അത് കാണുമ്പോ ആ മാസ്ക് ഇട്ട ആള് ഇപ്പൊ നാണിച്ച് മുഖം താഴ്ത്തും. അപ്പൊ സാക്കുറയ്ക്ക് മനസ്സിലാവും ഇതാണല്ല മറിച്ച് പെണ്ണാണെന്ന്. അപ്പൊ സാക്കുറ, നോ, നീ ആദ്യം മിണ്ടാതെ പുറത്തു പോ, ബാക്കി ഞാൻ പിന്നെ പറയാന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവള് പറയുന്ന കേൾക്കാതെ അവിടെ തന്നെ നിൽക്കും. അപ്പൊ സാക്കുറ ചാടി വീണ് ഇപ്പൊ കുട്ടപ്പനെ തൊഴിച്ച് പുറത്തേക്ക് തെറിപ്പിക്കും. അടി കിട്ടി തെറിച്ച് വീണ കുട്ടപ്പനാവട്ടെ സാക്കുറ ഇപ്പൊ എന്തിനാ എന്നെ തൊഴിച്ചെന്ന് ആലോചിച്ച് നിൽക്കും. ഒരു തൊഴി കിട്ടിയാലെന്താ, എനിക്ക് കാര്യം അറിയണമെന്നും പറഞ്ഞ് കുട്ടപ്പൻ വീണ്ടും നൈസായിട്ട് ഒളിഞ്ഞു നോക്കുമ്പോ സാക്കുറ കൈ ചുരുട്ടി അവന്റെ മോന്തയ്ക്ക് ഒരു ഒറ്റ ഇടി. ആ ഒരു ഇടിയോടുകൂടെ കുട്ടപ്പന്റെ കാര്യത്തിൽ തീരുമാനമാവുമ്പോ സാക്കുറ അവളോട് മാസ്ക് താഴ്ത്തി മുറിവ് കാണിക്കാൻ പറയും. അവള് മാസ്ക് താഴ്ത്തുമ്പോ സാക്കുറ കരുതിയതുപോലെ തന്നെ അവളൊരു സുന്ദരിയായ പെൺകുട്ടിയാണ്. അങ്ങനെ സാക്കുറ അവളുടെ മുതുകില് ആ ഒരു ഓയിൽമെന്റ് പുരട്ടി കൊടുക്കും. കുട്ടപ്പൻ ഇപ്പോ ഇടികൊണ്ട് നിലത്ത് കിടന്ന് പൊന്നീച്ചയുടെ എണ്ണ എടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്പൈഡർ അതുവഴി കറങ്ങി നടക്കുമ്പോ കുട്ടപ്പനാവട്ടെ അതിനെ സൂക്ഷിച്ചു നോക്കി വീണ്ടും മെല്ലെ മെല്ലെ ഇപ്പൊ സാക്കുറയുടെ അടുത്തേക്ക് ചെല്ലും. യു ആർ അൺബിലീവബിൾ, നിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയ തക്കത്തിന് നീ ഒരു പെൺകുട്ടിയെ വിളിച്ചു കയറ്റിയല്ലേ? ഇവളേതാണെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ സാക്കുറ പറയും, ഇവളെയാണ് നീ ഇപ്പൊ രക്ഷിച്ചുകൊണ്ട് വന്നത്, നമ്മുടെ പുതിയ ചുന്ദരിപ്പെണ്ണ്. അവളുടെ പേര് പറയും, എന്റെ പേര് സാസഹേ ഹ്യൂമ, നമുക്കിവളെ ഹ്യൂമ എന്ന് വിളിക്കാം. അവളാവട്ടെ അവളെ എന്തിനാണ് ഇപ്പൊ അവര് ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും കുട്ടപ്പനോടും സാക്കുറയോടും പറയാൻ തുടങ്ങും. എല്ലാത്തിനും കാരണക്കാരൻ ആ ഒറോച്ചിമാറുവാണ്. ഒറോച്ചിമാറുവിന്റെ സൗണ്ട് വില്ലേജിൽപ്പെട്ട നിഞ്ചകളെ നേരിടാനാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാ ആരംഭം ലാൻഡ് ഓഫ് ലൈഫ് പാരഡിസിൽ ചേർന്നുള്ള ഫ്യൂഡൽ ആർട്സിനെ കൊണ്ടാണ്. ലാൻഡ് ഓഫ് പാരഡിസ് വളരെ ചെറിയൊരു ഗ്രാമമാണ്. അവർക്ക് നിഞ്ചകളും വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തന്നെ കൂടുതലായിട്ട് വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. യുദ്ധത്തിന്റെ അവസാനം റൈസ് പാഡിസിലെ ഓരോ ഷിനോബീസ് ആയിട്ട് മരിച്ചു വീണുകൊണ്ടേയിരുന്നു. ആക്ച്വലി ഇവരെല്ലാം തന്നെ ഹ്യൂമ ക്ലാനിൽ ചേർന്നവരാണ്. യുദ്ധത്തിൽ ബാക്കിയുണ്ടായിരുന്നതിൽ പകുതി ഷിനോബീസ് ആവട്ടെ ഗ്രാമം വിട്ട് എവിടേക്കോ പോയി. ബാക്കിയുള്ളവര് ഗ്രാമത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പൊ മോഷ്ടാക്കളായിട്ട് തുടരുകയാണ്. ആക്ച്വലി അവരാണ് ഇപ്പൊ നമ്മുടെ ജിറയുടെ മുൻപിൽ പെട്ടുപോയിരിക്കുന്ന ആ ഒരു നിഞ്ചകള്. പക്ഷെ വീണ്ടും ഗ്രാമം പഴയതുപോലെ ആക്കിയെടുക്കാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ വരവ്. അവൻ വന്ന് ഞങ്ങളെല്ലാവരെയും പറഞ്ഞു മയക്കാൻ ആരംഭിച്ചു. ഞങ്ങളുടെ ഗ്രാമം മുഴുവനായിട്ടും ഷിനോബീസിനെ കൊണ്ട് നിറയ്ക്കുമെന്ന് അവൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാനായിട്ട് ഒറോച്ചിമാറുവിന്റെ വലങ്കൈയായിട്ടുള്ള കിമിമാരു ആയിരുന്നു ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്റെ കസിൻ അറാഷിയാണ് അന്ന് ഞങ്ങളുടെ ടീമിനെ ലീഡ് ചെയ്തിരുന്നത്. ഗ്രാമത്തെ തിരിച്ചു കൊണ്ടുവരാൻ അവര് സഹായിക്കുമെന്ന് കരുതി അവരുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവർക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് ഞങ്ങളിൽ ഭൂരിഭാഗം പേരും അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. അന്ന് പോയവര് പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുമ്പോ അതിന് കുട്ടപ്പൻ പറയും, ഇപ്പൊ ഞങ്ങൾ കൂടെ വന്നില്ലേ, തീർച്ചയായിട്ടും നിന്റെ കസിനെയും ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാന്ന് അവളോട് പറയും. അവരെ കണ്ടെത്താൻ ആരും എന്നെ സഹായിച്ചില്ല, എല്ലാവരും ഗിവ് അപ്പ് ചെയ്തു. ആരുടെയും സഹായം ഇല്ലാതെ ഞാൻ തന്നെ സൗണ്ട് വില്ലേജിലേക്ക് എത്തി. പക്ഷെ ഒറോച്ചിമാറുവിന്റെ ആളുകള് അവരെന്നെ ഓടിച്ചിട്ട് അറ്റാക്ക് ചെയ്തു. അവസാനം എനിക്ക് തുണയായി എന്നെ രക്ഷിക്കാനായി നിങ്ങൾ വന്നു എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒരുപാട് വിഷമത്തില് ഏങ്ങലടിച്ച് കരയും. എനിക്കെങ്ങനെയെങ്കിലും എന്റെ കസിനെ രക്ഷിക്കണമെന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ, ഞങ്ങൾ ഇവിടേക്ക് വന്നത് സാസുകയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇനി തിരികെ വരുമ്പോ നമ്മുടെ കൂടെ സാസുകയും നിന്റെ കസിനും നിന്റെ ഗ്രാമത്തിലുള്ള ഓരോരുത്തരും ഉണ്ടാവും പറയും.
അപ്പൊ അതേ സമയത്ത് ഒരു സ്പൈഡർ ഇപ്പൊ താഴേക്ക് ഇറങ്ങി വരും. ഇതകത്തേക്കും വന്നോന്ന് പറഞ്ഞ് കുട്ടപ്പൻ മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും അവിടെ മുഴുവൻ ഇപ്പൊ സ്പൈഡർ കൊണ്ട് നിറഞ്ഞിരിക്കും. മാത്രമല്ല പുറത്തായിട്ട് അവര് നിൽക്കുന്ന ആ ഒരു കൂടാരം മുഴുവൻ ഇപ്പൊ സ്പൈഡറുകള് അവരുടെ വെബ് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കുട്ടപ്പന് മനസ്സിലാവും അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോ ആ ഒരു സ്പൈഡർ തലയൻ മനസ്സിലാക്കിയെന്ന്. അവര് സൗണ്ട് വില്ലേജിലെ നിഞ്ചകളായതുകൊണ്ട് തന്നെ അവരെത്ര പേരുണ്ട്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നൊന്നും കുട്ടപ്പന് യാതൊരു പിടിയില്ല. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ ആള് ചില്ലറക്കാരനല്ല. അവനാവട്ടെ അവന്റെ മുഴുവൻ ക്ലൗൺസിനെയും പുറത്തെടുത്ത് ഇപ്പൊ ആ ഒരു സ്പൈഡർ തലയനോട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ആ സമയത്ത് ആ സ്പൈഡർ തലയൻ കുട്ടപ്പന്റെ ക്ലൗൺസിനെ കണ്ടിട്ട് നിനക്കുള്ള പണി അത് തീർച്ചയായിട്ടും ഞാൻ തരുമെന്ന് പറയും. വില്ലന്മാർ ഓരോരുത്തരായിട്ട് ഇപ്പൊ മാറി മാറി സംസാരിക്കുമ്പോ സാക്കുറ ആവട്ടെ അവിടെ പേടിച്ച് വിറയ്ക്കും. ആ സമയത്ത് അതിലൊരു വില്ലനാവട്ടെ വലിയൊരു ചുഴി തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. കുട്ടപ്പനും അവന്റെ ക്ലൗൺസും എല്ലാവരും ആ കുഴിയിലേക്ക് വീഴുമ്പോ കുട്ടപ്പനാവട്ടെ സാക്കുറ എന്നും പറഞ്ഞ് വിളിച്ചലറും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ സാക്കുറ നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.